അദ്ദേഹം പറയുന്നുണ്ട്, അതായത് അവരുടെ ഒരു രീതി അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറയാം, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ അതിൽ നിന്ന് വായിക്കും ആദ്യം മുതൽ അവസാനം വരെ. എന്താ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഉള്ളതെന്ന് പോലും മനസ്സിലാക്കാതെ, എന്താ അള്ളാഹു കൽപ്പിച്ചതെന്ന് മനസ്സിലാക്കാതെ, എന്താ വിലക്കിയെന്ന് മനസ്സിലാക്കാതെ, എന്താ ഒഴിവാക്കേണ്ടതെന്ന് മനസ്സിലാക്കാതെ, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാതെ, എന്നിട്ട് അത് ഒരു തരം താഴ്ന്ന ഈത്തപ്പഴം വിതരണം ചെയ്യുന്നത് പോലെ അവനത് വായിച്ചു തീർക്കും. സുബ്ഹാനല്ലാഹ്. ഇമാം അജൂരി അദ്ദേഹത്തിന്റെ അഖ്ലാഖ് അഹ്ലുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തില് ഇപ്രകാരം മെൻഷൻ ചെയ്തിട്ട്, അത് ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡിനെ, അതായത് ഇപ്പൊ തൊട്ട് മുമ്പേ പറഞ്ഞു വെച്ച മെത്തേഡിനെ. ഖുർആനിൽ നിന്ന് അതിന്റെ പ്രയോജനം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാത്ത ആ ഒരു രീതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. നമ്മളൊക്കെ ഒരു പക്ഷേ ഇതുവരെ അല്ലേ ഭയങ്കര അഭിമാനമായിരുന്നു, ഖുർആനിന്റെ എല്ലാ പ്രയോജനങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോഴും നമുക്കറിയാം നമ്മൾ തീരത്തെ എത്തിയിട്ടുള്ളൂ എന്നല്ലേ. അപ്പം നമ്മൾ ഈമാൻ സ്ട്രെങ്തൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയുമായിട്ടും നമ്മളെ തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും ശരികളെ കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈമാൻ ഖുർആന്റെ കൂടെ വർദ്ധിക്കല്ലേ ചെയ്തത്, മോശമായിക്കൊണ്ടിരിക്കുക. അപ്പം ശരിയായ ബെനിഫിറ്റ് നമ്മൾ ഖുർആനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പം ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അദ്ദേഹം ഈ തരത്തിലുള്ള ഒരു മെത്തേഡിനെ, ഖുർആനിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാത്ത ഒരു മെത്തേഡിനെ വിമർശിച്ചുകൊണ്ട്, അതേപോലെ റോട്ട് ലേണിംഗ്, അതായത് ഇങ്ങനെ ഉരുവിട്ട് പഠിച്ച് കാണാപ്പാടാക്കുന്ന ആ ഒരു സംഭവത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ചില അടിമകളും കുട്ടികളും ഖുർആനെ എന്താണ് ഖുർആൻ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ, എന്താണെന്ന് ഉൾക്കൊള്ളാതെ, എന്താണെന്ന് പ്രാവർത്തികമാക്കാതെ അവരങ്ങനെ വായിക്കും. അവർക്ക് എന്താണ് അതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തെന്ന് പോലും, ഖുർആൻ എന്തിനാ സ്റ്റാർട്ട് ചെയ്തെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് എന്തിനാ വേണ്ടിയിട്ടാണ് ഇറക്കിയത്? ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ ചിന്തിക്കാൻ വേണ്ടി ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിലെ ആയത്തുകളെ തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പിന്തുടരലാണ്. യദ്ദബ്ബറുൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, പിന്തുടരലാണ്, ജീവിതമാക്കലാണ്. അള്ളാഹ്ക്ക് അറിയാം ആരാണ് യഥാർത്ഥത്തിൽ അത് പിന്തുടരുന്നത്. ശരിക്കും നമ്മള് സഹബാക്കളുടെ കാര്യത്തിൽ പറയാനില്ലേ, അവർ 10 ആയത്ത് പഠിച്ചു കഴിഞ്ഞാല് അത് പ്രാവർത്തികമാക്കിയിട്ടേ അടുത്ത 10 പഠിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പം അവര് പിന്തുടരുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ്, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തുടർന്ന് പറയാണ്, അള്ളാഹു ആണ് അതിന്റെ അക്ഷരങ്ങളെ മെമ്മറൈസ് ചെയ്യലും അതിന്റെ കൽപ്പനകളെ ഒഴിവാക്കലും അല്ല എന്ത് ഖുർആനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാല്. അക്കൂട്ടത്തില് ആള് പറഞ്ഞേക്കാം, അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്, എനിക്ക് ഖുർആൻ മുഴുവനായിട്ട് അറിയാം, ഒരു ലെറ്റർ പോലും ഞാൻ ഖുർആനിൽ നിന്ന് ഒഴിവാക്കൂല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള കമന്ററി ആണത്. എന്നിട്ട് പറയാണ്, അള്ളാഹു ആണ് അവൻ എല്ലാ ലെറ്റേഴ്സും ഒഴിവാക്കിയവനാണ്. കാരണം അവന്റെ ജീവിതത്തിലും മാനേഴ്സിലും പ്രവർത്തനങ്ങളിലും ഈ ഖുർആനില്ല. അതുകൊണ്ട് അവൻ ഖുർആന്റെ എല്ലാ ലെറ്റേഴ്സും ഒഴിവാക്കിയവരാണ്. വേറെ ചിലർ പറയും, ഞാൻ ഖുർആൻ മൊത്തത്തിൽ ഒറ്റ ശ്വാസത്തിൽ ഓതി തീർക്കും. എന്നിട്ട് അദ്ദേഹം പറയണം, അള്ളാഹു ആണ് ഇത് എന്താണ് ഒരു ഓതുന്നവനല്ല, അതായത് ഖിറാത്ത് ചെയ്യുന്നവനല്ല, ബുദ്ധിയുള്ളവനുമല്ല, സച്ചരിതനുമല്ല. എപ്പോഴാണ് ഇത്തരത്തില് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അതായത് മുമ്പത്തെ ജനറേഷനിൽ ഏത് കാര്യമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഒറ്റ ശ്വാസത്തിൽ ഞാൻ ഓതി തീർക്കും അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഓതി തീർക്കുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ആൾക്കാരുടെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കട്ടെ. ഇത്തരത്തിൽ ഖുർആനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി ഖുർആനെ മോശമായ രീതിയിൽ, തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന വളരെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് ഒരു വിലാപം പോലെ പറയായിരുന്നു. അതിനെ ഇപ്പോഴും ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കുറിച്ച് വിമർശിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഒബ്സർവ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, അതായത് ഒരു ആർത്തവും ആഴവും ഇല്ലാത്ത ഐഡന്റിഫിക്കേഷൻ ഖുർആന്റെ, അതിന്റെ വാക്കുകളെ മിസ്യൂസ് ചെയ്യപ്പെടുക, അതിന്റെ ഹിദായത്തിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ഇതുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മള് ഒരുപാട് ചിന്തിക്കാറുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. ആ ഒരു ടീച്ചിങ്
എങ്ങനെയായിരിക്കണം ദീന്റെ ടീച്ചിങ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി എന്തിനെ ഫോളോ ചെയ്തിട്ടായിരിക്കണം എന്ന് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ സഹാബാക്കളെ കണ്ടിട്ട് വേണം പഠിക്കാൻ. അവരുടെ എക്സ്പീരിയൻസ് വേണം പഠിക്കാൻ, അല്ലെ? നമ്മളൊരു പക്ഷേ നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിലെ ഖുർആൻ ഹിഫ്ള് ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ എൻറോൾ ചെയ്യുന്നുണ്ടാവും. കാരണം അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ, അല്ലെ, ബൈഹാർട്ട് ആക്കാൻ പറ്റുന്ന ഒരു പ്രായമാണത്. പറ്റുമായിരിക്കും എന്നല്ല, അവർക്ക് അങ്ങനെ പറ്റുന്ന ഒരു പ്രായം തന്നെയാണ്. പല ഇസ്ലാമിലെ പല സ്കോളേഴ്സും ഫോളോ ചെയ്ത് വന്നിരുന്ന, പണ്ട് മുതൽ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി തന്നെയാണത്. പല പണ്ഡിതന്മാരും ചെറിയ പ്രായത്തിലെ ഹാഫിളുകളായവരാണ്. പക്ഷെ അവരൊന്നും അവരുടെ ആ ഒരു ഹാഫിൾ ആവാന്ന് പറയുന്ന ആ ഒരു രീതി ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ നിർത്തിയിട്ടില്ല. അതിനുശേഷം അവർ പഠിച്ചത് എന്താന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചു, അല്ലെ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിന് സുന്നത്തും പഠിച്ചു അവരങ്ങനെ തുടരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ മെമ്മറൈസേഷൻ, ഖുർആൻ അങ്ങ് ഹിഫ്ളാക്കി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ ജീവിതം അങ്ങ് സെറ്റായി, അവരിൽ എല്ലാ വാല്യൂവും, ഖുർആനിലുള്ള എല്ലാ വാല്യൂവും, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ വാല്യൂവും അവരിൽ ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ മിസ്റ്റേക്ക് ആണെന്ന് ഇതിന്റെ തുടർച്ചയായിട്ട് പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ കുട്ടികൾ ഒരു ടീനേജിലും അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഏജിലും ഈവൻ അതിന്റെ തൊട്ട് ശേഷമുള്ള ഏജിലും ഒക്കെ അവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കുട്ടികളെ ഈമാൻ പഠിപ്പിക്കണം. ഓക്കെ, അവർക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന്, അത് അവരുടെ ഹൃദയങ്ങളിൽ നേർച്ചർ ചെയ്ത് കൊണ്ടുവരണം. അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. നമ്മളൊക്കെ ജീവിതത്തിന്റെ മെജോറിറ്റി ഭാഗങ്ങളും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അവരുടെ ഭാവി സേഫ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ. ആസ് ഇഫ് കുറേ കാലം നമ്മൾ ഉണ്ടാവും, അത്രയും കാലം നമ്മൾ അവർക്ക് വേണ്ടി ഓടട്ടെ, അത്രയും കാലം നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കട്ടെ. പകരം ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത്, അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാത്തിനും വാല്യൂ ഉള്ളൂ, കൊടുക്കാൻ പറ്റണം എന്ന് നിർബന്ധമുള്ള എത്ര ഉമ്മമാർ ഇവിടെ ഉണ്ട്. ഒക്കെ അള്ളാഹ് ഉറപ്പാക്കിയ കാര്യം, അവരുടെ റിസ്ക് അള്ളാഹ് ഉറപ്പാക്കിയ കാര്യം, അവരുടെ ജോലി അള്ളാഹ് ഉറപ്പാക്കിയ കാര്യം, അവരുടെ ഇണകൾ അള്ളാഹ് ഉറപ്പാക്കിയ കാര്യം, അവരുടെ കുട്ടികൾ അള്ളാഹ് ഉറപ്പാക്കിയ കാര്യം, അവര് സെറ്റിൽ ഡൗൺ ആവുന്നത് അള്ളാഹ് ഉറപ്പാക്കിയ കാര്യമാണ്. ഞാൻ മരിക്കുമ്പം എന്റെ കുട്ടിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച എത്ര ഉമ്മമാരുണ്ട് ഇവിടെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് തഫ്സീർ ഹിഫ്ദിന്റെ കാര്യം പറയുമ്പോൾ ഹിഫ്ള് കൊടുക്കുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് ഹൈറായ കാര്യമാണ്. ചെറിയ പ്രായത്തിൽ ഹിഫ്ള് പഠിക്കാൻ നല്ല എളുപ്പമാണ്, അതൊക്കെ നടന്നോട്ടെ. പക്ഷേ ഈക്വൽ ഇമ്പോർട്ടൻസ് ഈമാനിന് കൊടുക്കണം. ഈമാൻ അവരെ ഹൃദയങ്ങളിൽ നർച്ചർ ചെയ്യണം. എപ്പോഴും നമ്മളെ മക്കളെ എന്ത് കാര്യത്തിന് വേണ്ടി വളർത്തുമ്പോഴും നമ്മൾ വളർത്തേണ്ടത്, നാളെ ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവൻ അള്ളാന്റെ അല്ലെങ്കിൽ അവൾ അള്ളാന്റെ ഏറ്റവും ബെസ്റ്റ് അടിമയാവാൻ വേണ്ടിയായിരിക്കണം. ബാക്കിയുള്ളൊക്കെ അള്ളാഹ് നോക്കിക്കോളും, ബാക്കിയുള്ളൊക്കെ അതിൽ നിന്ന് അങ്ങോട്ട് വന്നോളും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഹിഫ്ള് പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഹിഫ്ള് പഠിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഏത് കുട്ടികളെയും ഈമാൻ അവരുടെ ഹൃദയങ്ങളിൽ നർച്ചർ ചെയ്യാം, അവരുടെ ഹൃദയങ്ങളെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാം. അതിനോട് കൂടി അവരെ തഫ്സീർ പഠിപ്പിക്കുക. അത് ഹിഫ്ള് പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ വാക്കുകൾ പ്ലസ് ആ എൽമോട് കൂടിയിട്ടുള്ള അമല് ചെയ്യാനുള്ള അതിന്റെ ആവശ്യകതയും പഠിപ്പിക്കുക. ഇതൊക്കെ നമ്മളെ ജീവിതം കൊണ്ട് മാറ്റി കാണിച്ചാലേ അവരിലേക്ക് എത്തുള്ളൂ. അല്ലാതെ ഈ ഇൽമ അമലാക്കണം എന്നൊന്നും കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസക്ക് വില ഉണ്ടാവില്ല അതിന്. കാരണം നമ്മളെ സൊസൈറ്റിയെ ഇസ് ബിൽഡ് ഓൺ ദിസ്. അതായത് അങ്ങനെ കുറെ എന്റെ കുട്ടി ഹിഫ്ള് പഠിക്കുന്നുണ്ട്, എന്റെ കുട്ടി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ആ കോഴ്സ് കഴിഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞ, അങ്ങനത്തെ ഒരു മോഹവലയത്തിലാണ് നമ്മുടെ ദുനിയാവ്, ദീനി ലോകം പോലും ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെ റീസെറ്റ് ചെയ്തേ മതിയാവും. ഫസ്റ്റ് ജനറേഷൻ സഹാബാക്കളുടെ ഈമാന്റെ ഇമ്പോർട്ടൻസ്, ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ മനസ്സിലാക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നത്, ആ ഈമാൻ വർദ്ധിക്കുന്തോറും നമുക്ക് നമ്മളുടെ അറ്റാച്ച്മെന്റ്സിൽ നിന്ന്, നമ്മളുടെ ഇച്ഛകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത്, അള്ളാഹിനെ കൂടുതൽ അനുസരിക്കാൻ പറ്റുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സിറ്റുവേഷൻ. നമ്മളെ ചുറ്റുപാട് എന്ത് നടന്നോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആരുണ്ടായിക്കോട്ടെ, ആരൊക്കെ എന്തിനൊക്കെ വിലക്കിയോട്ടെ, അള്ളാന്റെ നിയമങ്ങൾ ഓരോന്നും അനുസരിക്കുന്ന അള്ളാന്റെ അടിമകളായിട്ട് നമ്മൾ ആ ഒരു പിക്ചറിന്, ദീനിന്റെ പഠനവും അതിനു വേണ്ടിയാണെന്നുള്ള ഇമേജ് റീസെറ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇബ്ലീസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇബ്ലീസിനറിയാം ഏതായാലും ഈ ജനത ദീനെ എൽമിലേക്ക് ഇറങ്ങി, എന്നാ പിന്നെ പ്രയോജനം ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ആവട്ടെ. സുബ്ഹാനല്ലാഹ്. എത്രയോ കുട്ടികൾ ഇന്നത്തെ കൗമില്, ചെറിയ ഒരു ടീൻ മുതൽ യൂത്ത്, അതായത് ഒരു 12 വയസ്സ് മുതൽ ഒരു 22-25 വയസ്സ് വരെയുള്ള എത്രയോ കുട്ടികൾ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ്, പലതരത്തിലുള്ളത്. പേടി എന്ന് പറയുന്ന വല്ലാത്തൊരു സാധനമുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തിനാ കുട്ടികൾക്ക് പേടി വന്നതെന്ന് അറിയില്ല. പേടി കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഇബ്ലീസിന്റെ പിടുത്തം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹുമായിട്ടുള്ള ബന്ധം കുറവാണ്.
നമ്മൾ കുട്ടികളെ ഈ പറഞ്ഞ കുട്ടികളൊക്കെ നമ്മൾ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പം ഹാഫിളുകളൊക്കെയാണ്, സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹുമായിട്ട് ഹൃദയം കണക്ട് ആയിട്ടില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കില്ല അള്ളാഹുമായിട്ട് ഹൃദയം കണക്ട് ആവാത്തതിന്റെ പ്രയാസങ്ങൾ, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളുടെ ആ സച്ചരിതരായ മുൻഗാമികള് അവര് ഏറ്റവും സൂപ്പർ ആയിരുന്നു, ഏറ്റവും സുപ്പീരിയർ, ഏറ്റവും ശ്രേഷ്ഠരായിരുന്നു. കാരണം അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈമാനാണ് ഫസ്റ്റ് ഹോൾഡ് ചെയ്തത്. പിന്നെ അവര് ഖുർആൻ പഠിച്ചു, അവരുടെ ഈമാൻ വർദ്ധിച്ചു, അവരുടെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കി. നമ്മൾ ഏറ്റവും ആദ്യം ഖുർആനിലെ ഡൂസ് ആൻഡ് ഡോൺസും സുന്നത്തുകളും, അല്ലെ, അതിലെ സ്ട്രോങ് ആയിട്ട് നമ്മളിങ്ങനെ അതിന്റെ കുഞ്ഞി കുഞ്ഞി ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ അന്വേഷിച്ച് നടക്കും. അത് അങ്ങനെ കൈ കെട്ടിയിട്ട് കൈയിന്റെ വിരൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതൊക്കെയാണ് നമ്മളെ മെയിൻ അജണ്ട. സുബ്ഹാനല്ലാഹ്. എന്നാൽ രണ്ടായത്തെ നമ്മളിലേക്ക് എത്തിയിട്ട് അതിലുള്ള ഈമാൻ നമ്മളത് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഈ പറയുന്ന ഫിഖ്ഹിന്റെ സ്മോളസ്റ്റ് നൂക്സ് ആൻഡ് കോർണേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈമാൻ ഉറക്കുമ്പോൾ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചോളും. എന്നാൽ നമ്മളെ ഫുൾ കോൺസെൻട്രേഷനും ഈ അമലുകളിലെ ആ ഒരു ഫൈൻ ട്യൂണിങ്ങും, ഇത്ര സംഭവം ഇത്ര എണ്ണം ഓതിക്കഴിഞ്ഞാൽ അത്ര ഗുണമുണ്ടോന്നും, അല്ലെ, അതൊക്കെ എളുപ്പത്തിന്റെ പിന്നാലെ പോണതാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ഫസ്റ്റ് ജനറേഷൻ സച്ചരിതരായിട്ടുള്ള അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അടിത്തറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്നതൊക്കെയും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അവരുടെ ഈമാൻ കൂടുതൽ പ്രോസ്പർ ചെയ്തു, കൂടുതൽ വളർന്നു, കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു. സുബ്ഹാനല്ലാഹ്. നമ്മളോ, ഞാൻ ചെറിയൊരു ഉപമ പറയാം. ഓക്കെ, അപ്പൊ നമ്മളൊരു വീടൊക്കെ പണിയുമ്പം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടും, അല്ലെ, തറ കെട്ടും. ഇനിയിപ്പം വലിയ ബിൽഡിംഗ് ആണ്, എത്രത്തോളം ഹൈ റൈസ്, അതായത് 30, 50, 60 ഫ്ലോറുള്ള ബിൽഡിംഗ് ആണോ അത്രത്തോളം താഴോട്ട് പൈൽ ചെയ്ത് വളരെ ഡീപ്പായിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടാണ് അത് പൊക്കുക, അല്ലെ. അപ്പം പൊങ്ങണമെങ്കിൽ ഏറ്റവും ഹൈ ആയിട്ട് പീക്കായിട്ട് പൊങ്ങണമെങ്കിൽ താഴെ അത്രയും ഫൗണ്ടേഷൻ ഉണ്ടാവണം. നമ്മളെ കുട്ടികള്, ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ കുട്ടിപ്പുര ഉണ്ടാക്കും വീടിന്റെ പുറത്ത്, പറമ്പിലൊക്കെ ഇങ്ങനെ 4 കാല് നാട്ടിയിട്ട് അതിന്റെ ചുറ്റുപാട് എന്തെങ്കിലും ഓലയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് മറച്ചിട്ട്, അതിന് ഫൗണ്ടേഷന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ കുട്ടികൾ ഇത് ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടല്ലോ, അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര അഭിമാനമായിരിക്കും. ഉമ്മനോടും ഉപ്പനോടും ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഞങ്ങൾ കുട്ടിപ്പുര കെട്ടി, അല്ലെ, ഞങ്ങൾ അതിനകത്ത് ചക്കരച്ചോറ് വെച്ച് അത് ഇത്. ശരിക്കും നമ്മൾ ഏകദേശം ആ ഒരു ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം നമ്മളെ ചുറ്റുപാടുകളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷനുള്ള വീടുകളും ഹൈ റൈസുകളും സ്ട്രോങ് ആയിട്ട് പൊങ്ങി പോകുന്ന കാര്യങ്ങളും വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ തറ കെട്ടാണ്ട് പൊക്കിയ കുട്ടിത്തറയിൽ ഭയങ്കര അഭിമാനം കൊണ്ടിട്ട് ചുറ്റുപാടും ആരൊക്കെ ഉണ്ടോ അത് കെട്ടിപ്പൊക്കാത്തത് അവരെ കളിയാക്കി നടക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ജനറേഷൻ അവർക്ക് നല്ല ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. എത്രത്തോളം എന്ന് അവര് ഈമാൻ, അത്രത്തോളം അവര് അഭിവൃദ്ധിപ്പെട്ടു. ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടുണ്ടല്ലോ എല്ലാവരും ഒന്ന് പോയി ഫാത്തിഹയും ബക്കറയൊക്കെ ആദ്യം മുതലേ ഒന്ന് ഓതി നോക്കുക. നമുക്ക് വേറെ ലെവലിലേക്ക് ഒരു ഈമാൻ നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണം. യെസ്, ഇബ്ലീസ് ശല്യം ചെയ്യും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുള്ള ടിപ്പുകളും ട്രിക്കുകളും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദുആകളും ദിക്റുകളും അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കണം. മാറ്റം വരും. അള്ളയല്ലേ പറഞ്ഞത്, ഇങ്ങനെ മാറ്റം വരാതിരിക്കാൻ നമ്മൾ ചെയ്യാത്തതുകൊണ്ടല്ലേ, അല്ലെ. അപ്പം ഇതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. നമ്മളെ ദീൻ പഠനത്തിന്റെ ഉള്ള മോട്ടിവേഷനെ ഇതായിരിക്കണം. നമ്മളെ ദീൻ പഠനം പലപ്പോഴും ഓരോ സ്റ്റേജിലും ഇബ്ലീസ് നമ്മളെ വഴിവിട്ട് വേറെ ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓരോ സ്റ്റേജിലും. ഞാനൊക്കെ തന്നെയും പല സമയത്ത് റീസെറ്റ് ചെയ്ത് തിരിച്ചു വരാൻ ശ്രമിച്ച ആളാണ്. കാരണം എന്തൊക്കെയോ പഠിക്കണമെന്ന് തോന്നും, പലതിലേക്കും പോകും, പലതും കുറേ ആക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവരെന്താ നമുക്ക് കാണിച്ചു തന്നത്? അവരെ ഈമാൻ